നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് സി.പി.എമ്മും ബി.ജെ.പിയും സി.പി.എമ്മും ഒന്നിച്ചാണെന്ന് കോൺഗ്രസും പരസ്പരം ആരോപിക്കുമ്പോൾ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് പുറത്തുവരുന്നത് മറ്റൊരു രാഷ്ട്രീയ ചിത്രമാണ്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനപ്പാറ വാർഡിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോപി മനയത്തുകുടിയിലും കുടുംബവും ബി.ജെ.പിയിൽ ചേർന്നു. എൽ.ഡി.എഫ് നേതൃത്വം തന്നെ വഞ്ചിച്ചെന്നും വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകിയെന്നാണ് ഗോപിയുടെ ആരോപണം. സി.പി.ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോപി വാർഡിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ആസൂത്രിതമായ നീക്കമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായ ആനപ്പാറയിൽ താമരയെ വീഴ്ത്താൻ എൽ.ഡി.എഫ് വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചുവെന്നാണ് ആരോപണം. ഫലം വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ് കാഞ്ഞൂക്കാരൻ 432 വോട്ടുമായി വിജയിച്ചു. ബി.ജെ.പിയിലെ സിജേഷ് കുട്ടൻ 393 വോട്ടുകൾ നേടി രണ്ടാമതെത്തിയപ്പോൾ ഗോപിക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന നിമിഷം നേതാക്കൾ വീട്ടിലെത്തി നിർബന്ധിച്ചാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ഗോപി പറയുന്നു. എൽ.ഡി.എഫിന് വാർഡിലുള്ള 264 ഉറച്ച വോട്ടുകൾ ലഭിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ചെലവുകൾ മുന്നണി വഹിക്കുമെന്നായിരുന്നു നേതാക്കൾ നൽകിയ ഉറപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ബി.ജെ.പിയെ തോൽപ്പിക്കാൻ എൽ.ഡി.എഫ് വോട്ടുകൾ കോൺഗ്രസിന് അവിശുദ്ധമായി കൈമാറുകയായിരുന്നു. മത്സരിക്കാനിറങ്ങിയത് ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായിട്ടാണെങ്കിലും പാർട്ടി നേതൃത്വം തന്നെ വെറും ബലിയാടാക്കുകയായിരുന്നുവെന്ന് ഗോപി മനയത്തുകുടിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പാർട്ടി ഓഫീസിലെത്തി പരാതിപ്പെട്ടെങ്കിലും ആരും ഗൗരവമായി എടുത്തില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബത്തോടൊപ്പം ബി.ജെ.പിയിൽ ചേരാൻ തീരുമാനിച്ചത്. ബി.ജെ.പി നേതാക്കൾ ഗോപിയുടെ വീട്ടിലെത്തി ഇദ്ദേഹത്തെയും കുടുംബത്തെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ഒ.ബി.സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ.ഡി. ഷാജിദാസ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ.കെ. അരുൺ, ഇ.കെ. സനൽകുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് ഇദ്ദേഹവും കുടുംബവും ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. അവസാന നിമിഷം കാലുവാരുന്ന അവസ്ഥയായിരുന്നു അവിടെ കണ്ടത്. എന്തായാലും ആസൂത്രിതമായ നീക്കമാണെന്ന് കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹവും കുടുംബവും ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും താമരയെ വീഴ്ത്താൻ എൽ.ഡി.എഫ് വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചുവെന്ന് ഇവിടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.